ഹായ്, എല്ലാവരും സുഖമായിരിക്കണമല്ലോ. ഞാനും സുഖമായിരിക്കുന്നു. 5-6 ദിവസം കൊണ്ട് എനിക്ക് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല. ഞാൻ നാട്ടിലായിരുന്നു. നാട്ടിലൊരു വിശേഷമുള്ളത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഉത്സവമായിരുന്നു. അപ്പം ആ ഉത്സവത്തിന് പോയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്ക് അറിയാൻ പറ്റും, ഞാൻ തുടരെ അതിൻ്റെ ഷോർട്സ് ഇടുന്നു. അവിടുത്തെ പ്രോഗ്രാമിൻ്റെയൊക്കെ ഷോർട്സ് ഇടുന്നുണ്ട്. നല്ല സന്തോഷമായിട്ടാണ് ഞാൻ തിരികെ വന്നത്. ഒരുപാട് ആൾക്കാർ നമ്മുടെ നാട്ടിൽ നിന്ന് മാറിപ്പോയ ഒരുപാട് ആൾക്കാരുണ്ട്, പുറത്തോട്ടൊക്കെ പോയി ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ ഉത്സവത്തിന് പങ്കെടുക്കാൻ വന്നു. അങ്ങനെ പിന്നെ മിലിറ്ററിയിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട്, വിദേശത്ത് ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പം അതിനൊരു നമ്മുടെ ഒരു ഭാഗ്യമാണ്. കാരണം എല്ലാവരും ആ സമയത്ത് ലീവ് എടുത്ത് ഉത്സവത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് ആൾക്കാരെ കണ്ടു കേട്ടോ, ഒരുപാട് ആൾക്കാരെ. നല്ല സന്തോഷമായി. നമ്മളെ വീട്ടിലായാലും ചേച്ചി, മക്കൾ, അച്ഛൻ, അമ്മ എല്ലാവരും ഒന്നിച്ച്, അങ്ങനെ അപൂർവമായ ദിവസങ്ങളിലാണ് ഇങ്ങനെ ചേച്ചിയും മക്കളും ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കൂടുന്നത്. കുഞ്ഞുങ്ങൾക്ക് ലീവുള്ള സമയത്തൊക്കെ അവൾ സാധാരണ ഇത് ഓണ സമയത്തൊക്കെയാണ് അവൾ വന്ന് നിൽക്കുന്നത്. ഇപ്പം ഉത്സവ സമയത്ത് വന്ന് നിന്നപ്പം ഭയങ്കര സന്തോഷമായി. അങ്ങനെ അപ്പോൾ എല്ലാവരും കൂടെ ഇങ്ങനെ കൂടുന്നത് എന്ത് സന്തോഷമല്ലേ. അച്ഛനും അമ്മയ്ക്കൊക്കെ ഭയങ്കര സന്തോഷമായി കേട്ടാ. മക്കളെല്ലാം വന്ന് ഇങ്ങനെ നിന്ന കുഞ്ഞു മക്കളെയൊക്കെ കണ്ടപ്പോഴത്തേനും. പിന്നെ അപ്പം ആദ്യം ഞാൻ കുറച്ച് ദിവസം വീഡിയോ ഇടാത്തതിന് നിങ്ങളടുത്ത് സോറി പറയാണ്. ഞാൻ 5-6 ദിവസം ആയി തോന്നുന്നു വീഡിയോ ഇട്ടിട്ട്. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അമ്മയേക്കാൾ വലിയൊരു പോരാളി ഇല്ലെന്നാണ് പറയുന്നതല്ലേ. അത് സത്യമാണ്. അമ്മയേക്കാൾ വലിയൊരു പോരാളി ഇല്ല തന്നെയാണ്. നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മൾ ആദ്യം, ഞാൻ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്, എനിക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും ഞാൻ ആദ്യം ഫോൺ ചെയ്ത് പറയുന്നത് എൻ്റെ അമ്മയുടെ അടുത്താണ് കേട്ടോ. അതുപോലെ തന്നെ അഭിപ്രായം ചോദിക്കുന്നത്. ഒരു കാര്യത്തിൽ എനിക്ക് തീരുമാനം എടുക്കാൻ പറ്റിയില്ല എങ്കിൽ ഞാൻ പെട്ടെന്ന് അമ്മയുടെ അടുത്ത് അഭിപ്രായം ചോദിക്കും. അപ്പോൾ അമ്മ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരുമ്പോൾ എനിക്കത് എത്ര ഞാൻ വിഷമിച്ചിരിക്കുന്ന കാര്യമായാലും ഞാൻ പെട്ടെന്ന് ആ പ്രശ്നത്തിൽ അങ്ങ് സോൾവ് ആവും. അമ്മ പറഞ്ഞു തരുമ്പോൾ അത് ഇവിടെ എന്നെ ഹസ്ബൻഡ് പറയുകയും ചെയ്യും, എന്തുണ്ടെങ്കിലും അമ്മ പറഞ്ഞാലേ നിനക്കത് നീ അതിലെന്തോളൂ, നിനക്കൊരു മനസ്സമാധാനം കിട്ടുള്ളൂ, അപ്പോൾ നീ അമ്മയെടുത്ത് ചോദിക്ക് എന്ന് പറയും. ഞാനങ്ങനെ എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എൻ്റെ അനുഭവം വെച്ച് പറയുകയാണ്. എല്ലാത്തിനും എനിക്കൊരു പരിഹാരം പറഞ്ഞു തരണം അമ്മയാണ് കേട്ടോ. അമ്മ പറഞ്ഞു തന്നാലേ എനിക്കതൊരു സമാധാനമാവുള്ളൂ. അച്ഛൻ്റെ അടുത്ത് നമ്മൾ അങ്ങനെ അഭിപ്രായം ചോദിക്കാറില്ല. നമ്മൾ സംസാരിക്കും, എന്നാലും ഇങ്ങനെ ഒരു അഭിപ്രായങ്ങളൊന്നും നമ്മൾ പെട്ടെന്ന് ഫോൺ ചെയ്ത് അച്ഛൻ്റെ അടുത്ത് ചോദിക്കാറില്ല. അമ്മയുടെ അടുത്താണ് നമ്മൾ പെട്ടെന്ന് ചോദിക്കുക, അമ്മ ഇങ്ങനെയാണ്, അമ്മ എന്താ ചെയ്യാന്ന്. അപ്പോൾ അമ്മ അതിനൊരു മറുപടി പറഞ്ഞു തരുമ്പോൾ നമുക്ക് ആ പ്രശ്നം അങ്ങ് സോൾവ് ആവും. ഈ ലോകത്ത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ നമ്മളെ സ്നേഹിക്കുന്നത് ആരാണ്? നമ്മുടെ അമ്മമാരല്ലേ. ആണ്. നമ്മളിൽ നിന്ന് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മളെ അമ്മമാർ നമ്മളെ സ്നേഹിക്കുന്നത്. അവരുടെ മനസ്സിൽ നമ്മൾ എന്നും കുഞ്ഞുങ്ങളാണ്. നമ്മൾ എത്ര വലുതായാലും, നമ്മൾ ഏതൊക്കെ പൊസിഷനിൽ ഇരിക്കട്ടെ, പക്ഷേ അമ്മമാരുടെ മനസ്സിൽ നമ്മളെന്നും അവരുടെ കുഞ്ഞു മക്കൾ തന്നെയാണ്. അപ്പോൾ ആ ഒരു സ്നേഹം നമ്മുടെ കിട്ടണം എന്ന് നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിക്കുക. അവരുടെ അനുഗ്രഹവും അവരുടെ സ്നേഹവും പരിഗണനയും ലാളനയും എല്ലാം കിട്ടണമെന്നും നമ്മൾ പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ അവരും ആയുസ്സും ആരോഗ്യത്തോടെയും നമ്മളൊപ്പം ഒരുപാട് കാലം ജീവിക്കണമെന്നും ദൈവത്തോട് പ്രാർത്ഥിക്കുക. നമ്മൾ മനസ്സുരുക്കി പ്രാർത്ഥിച്ചാൽ ദൈവം കേൾക്കും അല്ലേ. അങ്ങനെ തന്നെ കേൾക്കും, ദൈവം കേൾക്കട്ടെ. ഒരു ജന്മമേ ഉള്ളൂ. നമുക്ക് എല്ലാ ബന്ധങ്ങളും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമ്മൾ മാക്സിമം അച്ഛനമ്മമാരെ സ്നേഹിക്കുക, അവർക്കൊപ്പം കുറച്ച് നേരമൊക്കെ ചിലവഴിക്കാൻ. ഞാൻ എൻ്റെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പോയി അച്ഛനമ്മയെ കാണുക അങ്ങനെ. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഞാൻ വരുന്ന സമയത്തല്ല ചേച്ചി വരുന്നത്, ചേച്ചി പോകുന്ന സമയത്തല്ല ഞാൻ പോകുന്നത്. അപ്പം രണ്ടുപേരും തമ്മിലിങ്ങനെ ഒന്നിച്ച് കാണുന്ന അവസരം കുറവാണ്. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ വീഡിയോ കോൾ ഗ്രൂപ്പായിട്ട് വിളിച്ച് അങ്ങനെയൊക്കെ കാണാറുണ്ട്. അതുപോലെ ആവില്ലല്ലോ നേരിട്ട് കാണുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊക്കെ ഫാമിലിയായിട്ട് എല്ലാവരും ഒന്ന് കൂടുക. അതൊക്കെ നമ്മൾ അച്ഛനും അമ്മയ്ക്കും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന വളരെ വലിയൊരു ഗിഫ്റ്റാണ് കേട്ടോ. അവർക്ക് എന്ത് സന്തോഷമാവും. ആ സന്തോഷം ഇപ്പം അനുഭവിച്ചിട്ട് വന്നതുകൊണ്ടാണ് എനിക്കിങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. അപ്പം പുതിയ വീഡിയോയും പുതിയ വിശേഷങ്ങളുമായി വീണ്ടും വരാം. ഓക്കെ, ബൈ, താങ്ക് യു.